പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത് വാസ്തവത്തിൽ പുതിയ തരത്തിലുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തെ നമുക്ക് സീസ് ഫയർ വാർ എന്ന് വിളിക്കാം. സീസ് ഫയർ എന്ന് പറഞ്ഞാൽ വെടിനിർത്തലാണ്. വെടിനിർത്തൽ കാലത്ത് നടക്കുന്ന യുദ്ധം എന്ന് നമുക്ക് പറയാം. അത് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധത്തിൽ മാത്രമല്ല, ഗാസയ്ക്കെതിരായിട്ടും നടന്ന യുദ്ധം. അതിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, യുദ്ധവിരാമമുണ്ടായി. പക്ഷെ നമ്മളെന്താ കാണുന്നത്? ഗാസയിൽ നിന്ന് എല്ലാ ദിവസവും ഇസ്രായേൽ ആക്രമണം നടത്തി ആളുകളെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ ആളുകളെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് സീസ് ഫയർ വാർ എന്ന വാസ്തവത്തിൽ വിളിക്കാം. മറ്റൊന്ന്, ഏപ്രിൽ മാസം 8-ാം തീയതി അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്ന യുദ്ധത്തിന് ഒരു വെടിനിർത്തൽ കരാറുണ്ടായി. വെടിനിർത്തൽ കരാറുണ്ടായപ്പോൾ അന്ന് പറഞ്ഞത് ലെബനനെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം കൂടി അതോടൊപ്പം നിൽക്കുമെന്നാണ്. എന്നാൽ അത് നിന്നില്ല. ഏപ്രിൽ മാസം 16-ാം തീയതി ആ യുദ്ധത്തിലും ഒരു വെടിനിർത്തൽ കരാറുണ്ടായി, യുദ്ധവിരാമമുണ്ടായി. എന്നാൽ വീണ്ടും അതിനെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ലെബനനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. ജൂൺ 14-ാം തീയതി വീണ്ടും ഒരു വെടിനിർത്തൽ കരാറുണ്ടായി ലെബനനും ഇസ്രായേലും തമ്മിൽ. ആ കരാറും ലംഘിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും ലെബനനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തി. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താർത്ഥം? ഒരു യുദ്ധവിരാമം പ്രഖ്യാപിക്കുക, ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, ആ വെടിനിർത്തൽ കരാറിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് വീണ്ടും വെടിനിർത്തലിലെ കരാർ ലംഘിക്കുക. ഇത് നമുക്കെല്ലാവർക്കും അറിയാം, ഈ യാതൊരു വിധത്തിലുള്ള അന്തർദേശീയ നിയമങ്ങളെയും അനുസരിക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക ഒരു മെഡൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട രാഷ്ട്രമാണ് വാസ്തവത്തിൽ ഇസ്രായേൽ. അതാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവിധ ഒത്താശയും അമേരിക്കയും ചെയ്തു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധ പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ വീണ്ടും ഒരു സംഘർഷം പശ്ചിമേഷ്യയിൽ രൂപം കൊള്ളുന്നത്. കാരണം നിരന്തരമായി ഈ ലെബനൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ കടന്നു കയറി, അപ്പോൾ ആദ്യം ഒരു ലിറ്റനി നദി വരെയുള്ള 10% പ്രദേശം ഇസ്രായേൽ കീഴടക്കി. അതിനുശേഷം സഹറൻ നദി എന്ന് പറയുന്ന കുറച്ചുകൂടി വടക്കോട്ടുള്ള വേറൊരു നദിയുടെ അപ്പുറത്തേക്ക് ഈ ലെബനനിലെ ആളുകളെല്ലാം പോകണമെന്ന് പറയുന്നു. അങ്ങനെ പോകണമെന്ന് പറയുക മാത്രമല്ല, പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാതെ നിരന്തരമായ ബോംബാക്രമണത്തിലൂടെ ആളുകളെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാ തരത്തിലുള്ള യുദ്ധ വെടിനിർത്തലിൻ്റെ ലംഘനമാണ് എന്നതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഇറാൻ നിർബന്ധിതമാവുകയായിരുന്നു. അങ്ങനെയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത്. അങ്ങനെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു. ഈ ഘട്ടത്തിലാണ് ട്രംപ് ഇടപെട്ടുകൊണ്ട് പരസ്യമായി നമ്മൾ കാണേണ്ട കാര്യം, ഇത്തരം ഈ സംഭാഷണങ്ങൾ നേതാക്കന്മാർ തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങൾ സാധാരണഗതിയിൽ അവർ മാത്രമേ അറിയാറുള്ളൂ. ഇവിടെ ലോകം മുഴുവൻ അറിഞ്ഞു. ബീബി, നിങ്ങൾ യുദ്ധം മര്യാദയ്ക്ക് നിർത്തിക്കോ, അതല്ലെങ്കിൽ നിങ്ങൾ മാത്രം യുദ്ധം ചെയ്യേണ്ടി വരും, ആകെ കുഴപ്പമാകും എന്നുള്ള തരത്തിൽ വളരെ പരസ്യമായി ഇത് പറയാൻ കൊള്ളാത്ത വാക്കുകളും പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്കത് ഈ പുറത്ത് പറയാൻ കഴിയത്തില്ല. അപ്പോൾ ആ തരത്തിൽ ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ശാസിച്ച് വെടിനിർത്തൽ കരാറിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ അത് നിർത്തണം എന്ന് പറയാൻ? അത് ഇതുവരെ എല്ലാ കാലത്തും, അതായത് 1948 മുതൽ തുടങ്ങിയതാണ് അമേരിക്കയുടെ ഈ ഇസ്രായേലിനോടുള്ള പ്രണയം. ഇസ്രായേലിനെ എല്ലാ വിധത്തിലും ആയുധമണിയിക്കാനും സാമ്പത്തിക സഹായം നൽകാനും വേണ്ടിയിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം കഴിഞ്ഞ് നമുക്കറിയാം. ഈ ഒരു 2028 അവസാനിക്കുന്ന ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട് അവർ. ആ കരാർ പ്രകാരം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ബില്യൺ കണക്കിന് $1.6 ബില്യൺ ആയുധത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ ഏതാണ്ട് ഈ 48-ന് ശേഷം ഇതുവരെ ഏതാണ്ട് $300 ബില്യൺ സാമ്പത്തിക സഹായം അമേരിക്ക ഇസ്രായേലിന് കൊടുത്തു എന്നാണ് കണക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാമ്പത്തികമായും രാഷ്ട്രീയമായും ആയുധപരമായും ഇസ്രായേലിനെ ഇത്രയധികം സഹായിച്ച് ഏത് തരത്തിലുള്ള യുദ്ധത്തിലും ഏർപ്പെടാൻ സഹായിക്കുന്ന അമേരിക്ക മറ്റു രാജ്യമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സ്ഥിതി. അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര കർശനമായി വെടിനിർത്തൽ പാലിക്കണമെന്ന് ഇസ്രായേലിനോട് അമേരിക്ക പറയാനുള്ള കാര്യം? അതിൻ്റെ കാരണം നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഈ അമേരിക്ക ഫെബ്രുവരി മാസം 28-ാം തീയതി തുടങ്ങിയ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരായി തുടങ്ങിയ നിയമവിരുദ്ധമായ യുദ്ധം അവരുടെ നിയന്ത്രണത്തിലല്ല ഇപ്പോൾ, അവരുടെ കൈവിട്ടുപോയി. എന്താണോ അവരുദ്ദേശിച്ചത് അതൊന്നുമല്ല ഇപ്പോൾ നടക്കുന്നത്. അവർ യുദ്ധം തുടങ്ങി വെച്ചു 4 ആഴ്ച കൊണ്ട്, മാക്സിമം
4 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാമെന്ന് കരുതിയ യുദ്ധം ഇപ്പോൾ 4-ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 4-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇറാനാണ്, അമേരിക്കയോ ഇസ്രായേലോ അല്ല. അപ്പോൾ ഇറാനാണ് ഇനി തീരുമാനിക്കുന്നത് എങ്ങനെ യുദ്ധം അവസാനിക്കണമെന്ന്. ആ തരത്തിൽ യുദ്ധം സൈനികമായ തങ്ങളുടെ ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കി അവിടെ ഒരു പാവഭരണകൂടത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പശ്ചിമേഷ്യ മുഴുവൻ തങ്ങളുടെ വരുതിയിലാക്കാം എന്ന് കരുതി, എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു സൈനിക ആക്രമണമാണ് നടത്തിയത്. ആ സൈനിക ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ എന്താണ് ചെയ്തത്? ആ സൈനിക ആക്രമണത്തെ സാമ്പത്തിക യുദ്ധമാക്കി മാറ്റി ഇറാൻ. സാമ്പത്തിക യുദ്ധമാക്കി മാറ്റിയപ്പോൾ ലോകം മുഴുവൻ പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്കുള്ള യുദ്ധമായിട്ട് അത് മാറി. ആ മാറുന്നതിന് കാരണക്കാർ അമേരിക്കയും ഇസ്രായേലുമാണ്. ഒരു പ്രദേശത്തേക്ക് യുദ്ധം പിന്നെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആ യുദ്ധം ഏത് തരത്തിലൊക്കെ രൂപപ്പെട്ട് വരും എന്ന് തീരുമാനിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രമാണ് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുക. അമേരിക്കയ്ക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു ദുരന്തമാണത്. യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് ശേഷം അവിടുന്ന് എങ്ങനെ പിന്മാറും എന്നാലോചിക്കുക. ഇതാണ് അമേരിക്ക എല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളത്. നമ്മളത് വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും എല്ലാം നമ്മൾ കണ്ടതാണ്. തോറ്റ് തുന്നം പാടി ഓടുന്ന സ്ഥിതിയിലേക്കാണ് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ, അതായത് ഈ യുദ്ധം തുടങ്ങി ഇത്രയും ദിവസം കഴിയുമ്പോൾ, 100 ദിവസമൊക്കെ പിന്നിട്ട് കഴിയുമ്പോൾ അമേരിക്ക, നമുക്ക് ലോകത്തിൻ്റെ കാര്യത്തിൽ വിടാം, അമേരിക്കയിലെ പിന്നെ ജനങ്ങൾ മുഴുവൻ ട്രംപിൻ്റെ യുദ്ധത്തിനെതിരായിട്ട്, ട്രംപിൻ്റെ പിന്നെ അനുയായികളും അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആളുകളും ഏതാണ്ട് ഒരേ സ്വരത്തിൽ പറയുകയാണ്, ഈ യുദ്ധം ഈ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ്, അമേരിക്കയുടെ സമാധാനം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ് എന്നവർ പറയുകയും നവംബറിൽ നടക്കാൻ പോകുന്ന മിഡ് ടേം ഇലക്ഷനിൽ അമ്പേ പരാജയം ഉണ്ടാകും ട്രംപിനെന്ന് തിരിച്ചറിയുകയും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഏത് നിമിഷവും, ഇന്നിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്നത് 3 ദിവസത്തിനുള്ളിൽ പിന്നെ യുദ്ധവിരാമം ഉണ്ടാകും, എഗ്രിമെൻ്റ് ഉണ്ടാകും എന്നുള്ള തരത്തിലേക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് യുദ്ധവിരാമം ഉണ്ടാകാത്തത്? ഈ അമേരിക്കയും ഇസ്രായേലും കാണിച്ചു കൊടുക്കുന്ന വരയിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറല്ല എന്നുള്ളതുകൊണ്ടാണ്. അവർ പറഞ്ഞെന്താ, ഞങ്ങൾ തീരുമാനിക്കുക, എല്ലാം സമ്പൂർണ്ണ സറണ്ടർ, പരിപൂർണമായ കീഴടങ്ങൽ വേണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധം ആരംഭിച്ചത്. ആ യുദ്ധം ആരംഭിച്ചപ്പോൾ നമുക്കറിയാം, നമുക്കൊരു 4 ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യത്തെ 4 അക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് ആ ഇവരുടെ ഡിമാൻഡിനെ കാണാം. ABCD എന്ന് പറയുന്ന അക്ഷരത്തിൽ. നമ്മൾ ഡി എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്ന് തുടങ്ങിയാൽ ആദ്യത്തെ അവർ പറഞ്ഞത് ഡീന്യൂക്ലിയറൈസേഷൻ ഓഫ് ഇറാൻ. ഇറാനെ സമ്പൂർണ്ണമായും ആണവ നിരായുധവൽക്കരിക്കുക, ആണവത്തിൽ മുഴുവൻ ഇല്ലാതാക്കുക, ഡീന്യൂക്ലിയറൈസേഷൻ. ചേഞ്ച് ഓഫ് റെഷീം, ഭരണകൂട മാറ്റം. അതായത് ഈ ഇറാൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദികളാണ്, അട്ടിമറിക്കാരാണ്, ആ ഭരണത്തെ മാറ്റിയിട്ട് പുതിയ ഭരണം വരണം. ബാലിസ്റ്റിക് മിസൈൽ, ഇറാൻ്റെ കയ്യിലുള്ള മുഴുവൻ ബാലിസ്റ്റിക് മിസൈലുകൾ പദ്ധതിയും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന, അതായത് ഈ പിന്നെ ഇറാൻ്റെ സുഹൃത്തുക്കളായ പിന്നെ ഹമാസ്, ഹൂതി, ഹെസ്ബുള്ള മുതലായ മുഴുവൻ ആളുകളുടെയും സഹായിക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട 4 ഡിമാൻഡുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അമേരിക്കയും ഈ ഇസ്രായേലും ഇറാനെതിരായിട്ട് യുദ്ധം തുടങ്ങിയത്. എന്നിട്ട് എന്തായി? ഇതിലേതെങ്കിലും സ്ഥലത്ത് അവർക്ക് ഒന്ന് വിജയിക്കാൻ കഴിഞ്ഞ ഒരു ഞങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്ന സ്ഥലത്തിൽ എത്തിയിട്ടില്ല ഇതുവരെ. 100 ദിവസം യുദ്ധം നടത്തി സൈനികമായി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അവർക്ക് തച്ച് തകർക്കാൻ പറ്റി, അല്ലെങ്കിൽ സാമ്പത്തികമായി തച്ച് തകർക്കാൻ പറ്റി. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അസിമെട്രിക് ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. ഒരു ആൻഡ്രൂ മാക്ക് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ചിന്തകനാണ് അത് മുന്നോട്ട് വെച്ചത്. എന്താണ് അസിമെട്രിക് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ? അസിമെട്രിക് ബാർഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം നടന്ന് ആ യുദ്ധത്തിൻ്റെ സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ നേട്ടമുണ്ടാവുക ഈ ദുർബലമായ രാജ്യത്തിനായിരിക്കും. അസിമെട്രിക് എന്ന് പറയുന്നത് കൊണ്ടാണ് ഏറ്റവും ശക്തമായ രാജ്യം, സൈനികമായ ശക്തമായ രാജ്യം ഒക്കെ ചെന്ന് ആക്രമണം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ദുർബലമായ രാജ്യത്തിന് നേട്ടമുണ്ടായി വരുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ശക്തിയുള്ള രാജ്യം, സൈനികമായ പിന്നെ കരുത്തുള്ള രാജ്യം ഈ ദുർബലമായ രാജ്യത്തെ ആക്രമിക്കും. പക്ഷേ ആ രാജ്യത്തെക്കാൾ ഉപരിയായി ഈ ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിന് വിജയിക്കാനുള്ള കാരണം വരുന്നത് ഈ രാജ്യം, ഈ ദുർബലമായ രാജ്യം കരുതും ഞങ്ങളുടേത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എന്ന് കരുതുന്നത് കൊണ്ട് ഈ ദുർബലമായ രാജ്യം അവർ ഏത് തരത്തിലുള്ള ചെറുത്തുനിൽപ്പിനും ഏത് തരത്തിലുള്ള കഷ്ടപ്പാടുകൾക്കും തയ്യാറാകും. അങ്ങനെ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശക്തമായ രാജ്യങ്ങൾ വിചാരിക്കുന്ന കണക്കുള്ള വിജയം അവർക്കുണ്ടാകത്തില്ല. അങ്ങനെ ഈ ദുർബലമായ രാജ്യങ്ങൾക്ക് കൂടുതൽ നേട്ടമുണ്ടാകും. അല്ലെങ്കിൽ നേട്ടമല്ല, ഇവർ പറയുന്ന ഇടങ്ങളിലേക്ക് ഈ ആക്രമിക്കാൻ ചെന്ന രാജ്യങ്ങൾ
പിന്നെ സമ്മതിക്കേണ്ട സ്ഥിതി വരും എന്ന അവസ്ഥയിൽ അത്തരമൊരവസ്ഥയല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇതിനെല്ലാം ഇല്ലാതാക്കി ഞങ്ങൾ തവിടുപൊടിയാക്കുമെന്ന് പറഞ്ഞു വന്ന രാജ്യങ്ങൾ 100 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോൾ ആ സഖ്യകക്ഷിയായി വന്ന ഇസ്രായേലിനോട് പറയുകയാണ് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശാസിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ വന്നു ചേർന്നത്? നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ യുദ്ധം നടത്തിയെങ്കിലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും 2 ലക്ഷ്യങ്ങളാണുള്ളത്. സമാനമായ ലക്ഷ്യങ്ങളല്ല. സമാനമായ ലക്ഷ്യങ്ങളല്ലാത്തത് കൊണ്ടാണ് യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? ഒന്ന്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഒരു സാമ്രാജ്യത്വ വിദേശ നയമുണ്ട്. ആഗോള മേധാവിത്വം ഉറപ്പിക്കുക എന്ന് പറയുന്നൊരു താല്പര്യം, അതോടൊപ്പം പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ശക്തിയായിട്ടുള്ള ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്ന് പറയുന്ന ലക്ഷ്യം. അങ്ങനെ ഒരു ലക്ഷ്യം മാത്രമാണ് വാസ്തവത്തിൽ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിന് വരാൻ കാര്യം. ഇസ്രായേലിൻ്റെ താല്പര്യം എന്താണ്? ഇസ്രായേലിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് പ്രത്യയശാസ്ത്രപരമായ താല്പര്യമുണ്ട്, പിന്നെ സുരക്ഷാപരമായ താല്പര്യമുണ്ട്, വ്യക്തിപരമായ താല്പര്യമുണ്ട്, രാഷ്ട്രീയമായ താല്പര്യമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സുരക്ഷാപരമായ താല്പര്യമെന്ന് പറയുന്നതും ഇസ്രായേലിലെ ജനതയെ രക്ഷിക്കുക എന്ന് പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു സ്വയം എടുത്തണിഞ്ഞിരിക്കുന്ന ഒരു വേഷമുണ്ട്. ആ വേഷം എന്ന് പറയുന്നത് മിസ്റ്റർ സെക്യൂരിറ്റി എന്ന് പറയുന്ന വേഷമാണ്. അപ്പോൾ ഞാനാണ് മിസ്റ്റർ സെക്യൂരിറ്റി, ഞാനാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കുന്നയാൾ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇത്രയധികം യുദ്ധങ്ങൾ ആ ജനതയുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം. ആ സെക്യൂരിറ്റി എന്ന് പറയുന്ന ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളാണ്. രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒക്ടോബർ മാസം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകണം. ഈ ഒക്ടോബർ മാസം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ അദ്ദേഹത്തിന് കഴിയണം എന്നത്. അതുവരെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകണം. അതുവരെ ഏതെങ്കിലും തരത്തിൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ഒക്ടോബർ മാസം വരെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരണം. ആ അധികാരത്തിൽ വരണം എന്നുള്ളതിന് അദ്ദേഹത്തിന് വ്യക്തിപരമായ വേറൊരു ലക്ഷ്യമുണ്ട്. ആ വ്യക്തിപരമായ ലക്ഷ്യമെന്ന് പറയുന്നതും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എതിരായിട്ട് ഒരുപാട് കേസുകൾ, അഴിമതിയുടെയും പിന്നെ സ്വജനപക്ഷപാതത്തിൻ്റെയും കേസുകൾ നിലനിൽക്കുന്നു. ആ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി പദം നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിന് ഈ ഔദ്യോഗിക ചുമതലയുള്ള ഒരു സുരക്ഷ നഷ്ടപ്പെടുകയും അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും ജയിലിൽ പോകേണ്ടി വരികയും ചെയ്യും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 3 എണ്ണത്തിനുപരിയായി മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സയനിസ്റ്റ് ലക്ഷ്യമാണ്. അതായത് സയനിസ്റ്റ് ആശയം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെയുള്ള ഈ അതിർത്തി ശരിക്കും നമ്മളെല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ക്ലിപ്തമായ അതിർത്തിയുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വാസ്തവത്തിൽ ക്ലിപ്തമായ അതിർത്തിയില്ല. അതിങ്ങനെ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അതിർത്തിയാണ് ഇസ്രായേലിൻ്റെ അതിർത്തി. അങ്ങനെ ആ അതിർത്തി വ്യാപിപ്പിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ബിബ്ലിക്കൽ കോൺസെപ്റ്റിലുള്ള വിശാലമായ രാഷ്ട്രം സ്ഥാപിക്കുക. അതിന് പിന്നെ ഈ പലസ്തീൻ്റെ പ്രദേശങ്ങൾ വേണം, സിനായ് വേണം, ഈ സിറിയയുടെ പ്രദേശങ്ങൾ വേണം, ജോർദാൻ്റെ കൈവശം ഇരിക്കുന്ന പ്രദേശങ്ങൾ വേണം. ഇങ്ങനെ വിശാലമായ പ്രദേശങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് വിശാലമായ ഇസ്രായേൽ സ്ഥാപിക്കുക എന്നുള്ള സയനിസ്റ്റ് ലക്ഷ്യം കൂടി ഇത്തരം യുദ്ധങ്ങൾ കൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ഈ ഗാസ യുദ്ധം കഴിഞ്ഞപ്പോൾ ആ ഗാസ പ്രദേശത്തിൻ്റെ 53% കൈയടക്കിയെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ 70% പ്രദേശം, ഗാസയുടെ 70% പ്രദേശം കൈയടക്കാൻ പോവാണ്. ഈ ലെബനൻ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ 10% ലിറ്റിൽ നിന്ന് അതുവരെ കൈയടക്കെങ്കിൽ ഇപ്പോൾ പിന്നെ സഹറൻ നദിയിലേക്ക് നദിക്കര വരെ കടന്നുകെട്ട് 20% പ്രദേശം കൈയടക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ്പാൻഷനിസ്റ്റ് ഒരു തരത്തിലുള്ള സെറ്റിലർ കൊളോണിയലിസം എന്നൊക്കെയാണ് ഇത് പറയുന്നത്. ആ കൊളോണിയലിസം തന്നെയാണ് വാസ്തവത്തിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളുമായി യുദ്ധത്തിനിറങ്ങി തിരിച്ച അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ എങ്ങനെ യുദ്ധത്തിൽ നിന്ന് കരകയറണം എന്ന് ആലോചിക്കുന്ന ഒരു വളരെ വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് 2 പേർക്കും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാതെ ഒരു ഭാഗത്ത് നിരന്തരം ഇസ്രായേൽ യുദ്ധം നടത്തുന്നു, വേറൊരു ഭാഗത്ത് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. കാരണം യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഈ ട്രംപിൻ്റെ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ട്രംപിൻ്റെ ആവശ്യം? ട്രംപിന് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ നവംബർ മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ മാനം കാക്കാൻ കഴിയുള്ളൂ. അതേസമയം ഇസ്രായേലിൻ്റെ പക്ഷത്ത് ഒരിക്കലും യുദ്ധം അവസാനിക്കാൻ പാടില്ല. അങ്ങനെ യുദ്ധം അവസാനിക്കാതെ നീണ്ടുപോയി ഒക്ടോബർ വരെ നീട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങളുമായി നിൽക്കുന്ന രാജ്യങ്ങളായിട്ട് ഇസ്രായേലും അമേരിക്കയും മാറുന്നുണ്ട്. അവിടെയാണ് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്ത് കാരണവശാലും ഇതിൻ്റെ മുമ്പ് കീഴടങ്ങുന്ന പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു ആത്മാഭിമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടുമായി ഇറാൻ നിൽക്കുന്നത്. അല്ല, എപ്സ്റ്റീൻ ഫയലുകൾ ഈ യുദ്ധത്തിൻ്റെ ഒരു അന്തർധാരയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആരോപണം അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അമേരിക്കയിലൊക്കെ ഇത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ യുദ്ധത്തിന് അമേരിക്ക ഇട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ്. പക്ഷേ അമേരിക്കക്കാർ കളിയാക്കി പറയുന്നത് ദിസ് ഈസ് നോട്ട് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, ഇത് ഓപ്പറേഷൻ എപ്സ്റ്റീൻ ഫ്യൂറിയാണ്.
എപ്സ്റ്റീൻ ഫയലിൽ നിന്നും ജനശ്രദ്ധ മാറ്റിക്കൊണ്ട് പിന്നെ ഈ ഒരു അതിന് വേണ്ടിയിട്ട് തൻ്റെ തൊലി രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന യുദ്ധമാണ് ട്രംപ് നടത്തുന്നത് എന്നാണ്. അതല്ലെങ്കിൽ അതായത് ഈ അടുത്ത കാലത്തൊന്നും ഒരു അമേരിക്കൻ പ്രസിഡൻറ്റും ഈ ഇസ്രായേൽ പറഞ്ഞത് കേട്ട് ഇറാനെതിരായിട്ട് യുദ്ധത്തിനിറങ്ങി തിരിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ഭീഷണിയോ അല്ലെങ്കിൽ പിന്നെ സമ്മർദ്ദമോ പ്രയോഗിച്ചു കൊണ്ടായിരിക്കാം ഈ അമേരിക്കയെ പോലുള്ള രാജ്യം വാസ്തവത്തിൽ ഇറാനെതിരായി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ പുറത്തു വരുന്ന വിവരങ്ങൾ നിരവധി പിന്നെ സൈനിക വിദഗ്ധന്മാരും നിരവധി പണ്ഡിതന്മാരും ഈ അമേരിക്കൻ ഭരണകൂടത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഒരു യുദ്ധത്തിന് പോയി വിജയിക്കാൻ കഴിയില്ല, അത് വലിയ ആപത്തായി മാറും, അപകടകരമായി മാറും എന്ന് പറഞ്ഞെങ്കിലും ആ വാചകങ്ങളൊന്നും കേൾക്കാതെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാൻ നമുക്കറിയാം. ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ബെഞ്ചമിൻ നെതന്യാഹുവും മൊസാദിൻ്റെ ചീഫും വന്ന് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ വന്ന് അദ്ദേഹത്തിന് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിലൂടെയൊക്കെ വിശദീകരിച്ച് കൊടുത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇറങ്ങി പുറപ്പെട്ടാന്ന് പറഞ്ഞത്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായി ഇത്തരം ചില ആരോപണങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിലില്ലേ എന്ന് ലോകം സംശയിക്കുന്നുണ്ട്. അതും ഒരു കാരണമാകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യുദ്ധം അവസാനിക്കാത്തതിൻ്റെ കാരണം ഈ ഒക്ടോബർ വരെ ഏതെങ്കിലും തരത്തിൽ യുദ്ധം നീട്ടിക്കൊണ്ട് പോവുക, ഒരു പക്ഷേ പറ്റുമെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പരിപൂർണമായും ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള തന്ത്രം എന്നൊക്കെയുള്ള ഉദ്ദേശം ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടി ഉള്ളതുകൊണ്ടാവണം ഈ യുദ്ധം അവസാനിക്കാതെ നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.